പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് ഇന്നൊരു ദിവസം കൂടി തന്നിരിക്കുന്ന കൃപയെ ഓർത്തും നമുക്ക് ഏക മനസ്സോടെ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് പ്രഭാതത്തിൽ മുതൽ ഈ നിമിഷം വരെയും ദൈവം നമ്മളെ ഓരോരുത്തരെയും മാലാഖമാരാൽ സംരക്ഷണം നൽകിയിരിക്കുകയാണല്ലോ. അതിനെ ഓർത്തും നന്ദി പറയണം. ഈ സമയം പ്രഭാതത്തിൽ നമുക്ക് ദിവ്യബലി സമർപ്പണത്തിനായി കടന്നു പോകുവാനും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും നമ്മെ തന്നെ ഈശോയ്ക്ക് കാഴ്ച സമർപ്പിക്കുവാനും ഈശോ ഒരുക്കി തന്ന കൃപയെ ഓർക്കുന്നുണ്ട്. എന്നിരുന്നാൽ നമ്മൾ ഈ 10 മണി സമയം എല്ലാവരും ഉറങ്ങേണ്ട സമയമാണല്ലോ. ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നാം ഓരോരുത്തരും ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല പാപങ്ങളെ ഓർത്ത് ഈശോയോട് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥനയോടെ കിടക്കാം. കർത്താവായ യേശുവേ, ഇന്ന് ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള സകല പാപങ്ങളും ഞങ്ങളുടെ കാഴ്ചകളിലൂടെയോ കേൾവികളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ വന്നു പോയ സകല പാപവും ചിന്തകളിലൂടെ വന്നു പോയിട്ടുണ്ടെങ്കിലും അവിടുന്ന് ആ പാപങ്ങളെല്ലാം പൊറുക്കണമേ. ഞാനിതാ ഉറങ്ങാൻ പോകുന്ന കർത്താവേ, അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കാവൽ നിർത്തണമേ. ഒരു സാത്താൻ്റെ ശക്തികളോ അന്ധകാര ശക്തികളോ ഞങ്ങളെ ആരെയും തൊടുവാൻ ഇടയാക്കാതെ വണ്ണം കർത്താവ് ഞങ്ങൾക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ കേൾക്കാം. ഞാൻ എടുത്തത് യോഹന്നാൻ സുവിശേഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് 6-ാം അധ്യായം, അതിൽ നിന്ന് 33-ാമത്തെ വാക്ക് വായിച്ചു. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. 35-ൽ യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. 40-ാമത്തെ വാക്ക്, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. ഈശോയെ, ഈ വചനത്തിൻ്റെ പൊരുളുകളെ മനസ്സിലാക്കി തരണമേ. ഞാൻ ഉറങ്ങുന്നതിന് മുൻപായി തന്ന നന്മകളെ ഓർത്തു നന്ദി പറയുന്നു. കാരുണ്യപൂർവ്വം എന്നെ നടത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈശോയുടെ ആഗ്രഹത്തിനെതിരായി ചെയ്ത കൊച്ചു പാവം പോലും എൻ്റെ കണ്ണുനീരാൽ ഈ സമയം കഴുകുന്നപ്പാ. നാളെ എന്നൊരു ദിവസം തരുന്നെങ്കിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യാനും പ്രാർത്ഥിക്കാനുമുള്ള കൃപ തരണമേ. എന്നെ കാക്കുന്ന കാവൽ മാലാഖയും കന്യകാമാതാവും രാത്രി മുഴുവൻ കാത്തുകൊള്ളണമേ. ആമേൻ.